ഞാൻ ഒരു പുതിയ ഡിവൈസ് വാങ്ങിയിട്ടുണ്ട്, അഗാരോയുടെ ഗാർമെന്റ് സ്റ്റീമർ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഷർട്ട്സോ ടീഷർട്ട്സോ പാന്റോ ജീൻസോ എന്ത് വേണമെന്നുണ്ടെങ്കിലും സ്റ്റീം ചെയ്ത് അയൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബോക്സ് ഞാനൊന്ന് ഓപ്പൺ ആക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാനായിട്ട് സാധിക്കുക ഒരു യൂസർ മാനുവൽ ആണ്. യൂസർ മാനുവലിന്റെ ആദ്യം ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്, സകല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇത് നോക്കി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. വളരെ സിമ്പിൾ ആണ് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അടുത്തിട്ട് ഇതേപോലെ ഒരു ബ്രഷ് ഹെഡ് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്റ്റീമറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. ഫിസിക്കൽ ഓവർവ്യൂവിൽ ഫ്രണ്ട് സൈഡിൽ ഈ കാണുന്നതാണ് സെറാമിക് കോട്ടഡ് ആയിട്ടുള്ള സ്റ്റീം നോസിൽസ്. ഇവിടെ കുറേയധികം ഓപ്പണിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെയാണ് സ്റ്റീം വെളിയിലേക്ക് വരുന്നത്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ അഗാരോയുടെ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ഇതാണ് ഹാൻഡിലിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീം വെളിയിലേക്ക് വരും. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ സ്റ്റീം സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ സ്റ്റീം വരുന്നത് സ്റ്റോപ്പ് ആവും. പിന്നെ താഴോട്ട് വരുന്നത് ഈ കാണുന്നതാണ് ഇതിന്റെ വാട്ടർ ടാങ്ക്. 260 ml കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു വൈറ്റ് കളർ ഇൻഡിക്കേറ്റർ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ പവർ കണക്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ലൈറ്റ് സ്റ്റേബിൾ ആവും. ഒരു 35 സെക്കൻഡിനുള്ളിൽ ലൈറ്റ് സ്റ്റേബിൾ ആവും. അത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ വാട്ടർ ടാങ്ക് നോക്കി ഇവിടെ നിങ്ങൾക്ക് മിനിമം മാക്സിമം 2 ലെവലുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മാക്സിമം ലെവൽ തന്നെ വെള്ളം ഇതിൽ നിറയ്ക്കാനായിട്ട് സാധിക്കും. ഇത് ഊരാനും വളരെ ഈസിയാണ്. അതായത് ഇത് ഡിറ്റാച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് ഈ രീതിയിൽ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു വാട്ടർ ടാങ്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. വാട്ടർ ടാങ്ക് ഊരിയതിന് ശേഷം ഇതിൽ ഒരു റബ്ബർ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് റബ്ബർ വെച്ച് അടച്ചേക്കാണ്. റബ്ബർ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയതിനു ശേഷം നമുക്ക് ഇതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റും. ഇനി വെള്ളം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ വഴിയിലൂടെ തന്നെ നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയാനും സാധിക്കുന്നതാണ്. ഇനി വെള്ളമൊക്കെ നിറച്ചതിന് ശേഷം വീണ്ടും ഈ സ്റ്റീമറിന് അടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള 1.8 മീറ്റർ ലെങ്ത് ഉള്ള ഒരു പവർ കേബിൾ നൽകിയിട്ടുണ്ട്. ഇതാണ് പവർ കേബിൾ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ കേബിൾ ആണ്. പവർ പോയിന്റ് കുറച്ച് ദൂരെയാണെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ബ്രഷ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. സിമ്പിൾ ആണ് കേട്ടോ. ഇതേപോലെ ജസ്റ്റ് ഇതിന്റെ ഫ്രണ്ടിലോട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയറി ലോക്ക് ആയിക്കോളും. ഊരി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ലോക്ക് സിസ്റ്റം നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് അമക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഊരിയെടുക്കാനും സാധിക്കും. അത് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്റ്റീമറിന്റെ വളരെ ഈസിയാണ്. സിമ്പിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. കുട്ടികളുടെ ഒന്നും കൊടുക്കില്ല. കാരണം ഇത് ഓൺ ആക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 35 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇത് ഫുള്ള് ഹീറ്റ് ആവും. അപ്പൊ കുട്ടികളൊക്കെ കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി ഇതിന്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും പറയുകയാണെന്നുണ്ടെങ്കിൽ 1800 വാട്ട്സിന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണിത്. ഇതിന്റെ വെയിറ്റ് 950 ഗ്രാം ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും സ്റ്റീം ചെയ്യാൻ സാധിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ ടൈപ്പ് ഗാർമെന്റ്സിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റീമർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സെറാമിക് കോട്ടഡ് ആയിട്ടുള്ള സ്റ്റീം പ്ലേറ്റ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ രീതിയിലുള്ള ഒരു ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ നടക്കും. പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഹീറ്റ് ആവുകയും ചെയ്യും. സേഫ്റ്റി ഫീച്ചർ നൽകിയിരിക്കുന്നത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഡൗൺ ആവും. പിന്നെ ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. ഇനി നമുക്ക് ഈ സ്റ്റീമർ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഇതിന്റെ പെർഫോമൻസ് എന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്റ്റീമർ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഞാൻ ഇതിന്റെ വാട്ടർ ടാങ്കിൽ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. പവർ സ്വിച്ച് കണക്ട് ചെയ്തു. ജസ്റ്റ് ഇത് ഞാനൊന്ന് ഓൺ ആക്കുകയാണ്. ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നോക്കുക, ഒരു 30 സെക്കൻഡിനുള്ളിൽ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആയിട്ട് ഇത് സ്റ്റേബിൾ ആയിട്ട് ഈ ലൈറ്റ് കത്താനായിട്ട് തുടങ്ങും. അതിനർത്ഥം ഇത് ഹീറ്റ് ആയി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ലൈറ്റ് സ്റ്റേബിൾ ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഈ ലൈറ്റ് സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഈ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഇപ്പോൾ സ്റ്റീം വരാൻ തുടങ്ങി. നോക്കുക, സ്റ്റീം വരുന്നത് കണ്ടോ. ഇത് നമുക്ക് ഇതേപോലെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സൂപ്പറായിട്ടാണ് ഇത് വർക്ക് ആകുന്നത്. നോക്കി. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. സ്റ്റീം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമുക്കിത് സ്റ്റീം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഞാനിത് ഇവിടെ ഒന്ന് സ്റ്റീം ചെയ്യുകയാണ്. നോക്കി, ലെവലായിട്ട് വരുന്നത് കണ്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സംഭവം. നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റും, വെർട്ടിക്കലായിട്ടും സ്റ്റീം ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, നല്ല രീതിയിൽ ഇത് വർക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും.
ഇങ്ങനെ വർക്കുകളുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഈ രീതിയിൽ സ്റ്റീം ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഏത് ടൈപ്പ് മെറ്റീരിയലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ ടീ-ഷർട്ട്സോ ബനിയൻസോ ഒക്കെ തന്നെ നമുക്ക് അയൺ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം, ഇതേപോലെ സാരിയുടെ സ്ലിറ്റൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് അയൺ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എനിക്ക് ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പരിപാടി ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാം. ഏകദേശം 2500 രൂപയാണ് ആമസോണിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വില. ഇതിന്റെ പ്രൈസ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് കുറയാനും കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. അത് നിങ്ങൾ മാനേജ് ചെയ്തോളൂ. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ബിൽഡ് ക്വാളിറ്റിയും നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. പക്ഷേ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. ഹാൻഡിൽ നല്ല ഗ്രിപ്പുള്ള ഹാൻഡിലാണ്. ഇനി പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും. എനിക്ക് പേഴ്സണലി ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് മാറി മാറി ഒരു ദിവസം 2-3 ഡ്രസ്സുകളൊക്കെ ചിലപ്പോൾ ഞാൻ ഇടാറുണ്ട്. 2-3 വീഡിയോകൾ ചെയ്യുമ്പോൾ ഡ്രസ്സ് മാറി മാറി ഇടേണ്ടതായിട്ട് വരും. ആ സമയത്തൊക്കെ എനിക്കിത് വളരെ യൂസ്ഫുൾ ആവുമെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് ഓഫീസിലൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ അയൺ ബോക്സ് എടുത്ത് കുറെ സമയം കളയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 4 പിടി പിടിച്ചു കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആണ്. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു ഇതിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം നിങ്ങളത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബൈ ചെയ്യുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊണ്ട് മറക്കാവുന്ന ഫോളോ ചെയ്തേക്കുക. അപ്പൊ ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.